ശരി ഇടഭാഗങ്ങളായ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ വിഷയങ്ങളുമായി നിങ്ങൾ തന്നെ കൊടുത്ത പല വീഡിയോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുകയും സഭയുടെ നിയമങ്ങളോട് ചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്നലെ ഇവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജോയിച്ചേട്ടൻ എന്ന വ്യക്തിയുടെ മകളുടെ ജൂബിലി ആഘോഷമായിരുന്നു. ഒരു സിസ്റ്ററാണ്. അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ ഏകീകൃത കുർബാനയോട് അനുബന്ധിച്ച് തന്നെ ഈ ആഘോഷം നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നായിരുന്നു. അതിനുവേണ്ടി ഇവിടുത്തെ വികാരിയായിരുന്ന സോണി മഞ്ഞളി അച്ഛൻ്റെ അടുത്ത് ചെന്ന് അനുവാദം ചോദിക്കുകയും, എന്നാൽ വികാരി അച്ഛൻ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു അനുവാദം തന്നിരുന്നില്ല. എന്നതിനാൽ കൂരിയയുമായി ബന്ധപ്പെട്ട് കൂരിയയിൽ നിന്ന് മെയ് 9-ാം തീയതി, ഈ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, മെയ് 9-ാം തീയതി ഇടവക വികാരിക്ക് ഈ പരിപാടി നടത്തുന്നതിനും ഇവിടെ ഈ കുർബാന ചൊല്ലുന്നതിനും എല്ലാ അനുവാദവും കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഈ കാലം അത്രയും അതിനോട് അനുകൂലിച്ചുകൊണ്ട് ഈ വികാരിയിൽ നിന്ന് ഒരു മറുപടി ഇദ്ദേഹത്തിന്, ഈ ജോയിച്ചേട്ടൻ്റെ കുടുംബത്തിനോ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഇത്രയും നാളുകൾ ഈ പലവട്ടം ഈ വികാരിയുടെ അടുത്ത് കയറി ഇറങ്ങി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരിക്കൽ പോലും, ലൈറ്റൊക്കെ ഓഫ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് കിട്ടുമല്ലോ അല്ലേ? ഇതിനകത്ത് ഇവിടുത്തെ ഈ ഇടവകയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുമായി ഈ ജോയിച്ചേട്ടൻ പലവട്ടം ഈ കുർബാനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല, അച്ഛൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഇവിടെ ഈ കുർബാന നടത്തുന്നതിന് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറുപടി വികാരി അച്ഛനിൽ നിന്ന് ലഭിക്കാത്തതിനാൽ ജൂൺ 1-ാം തീയതി, അതായത് മെയ് 9-ാം തീയതി കൊടുത്ത ലെറ്ററിന് അതിരൂപത, ഞങ്ങളുടെ നിയമസംഹിത, ഞങ്ങളുടെ അതോറിറ്റി എന്ന് പറയുന്നത് അതിരൂപതയാണ്. അതിരൂപതയുടെ വൈസ് ചാൻസലർ കൊടുത്ത കത്തിന് ഒരു മറുപടി തരാൻ പറഞ്ഞുകൊണ്ട് ജോയിച്ചേട്ടൻ ഈ കുർബാന കഴിഞ്ഞ സമയത്ത്, ഇതുപോലൊരു ഞായറാഴ്ചയായിരുന്നു ഈ കുർബാന കഴിഞ്ഞ സമയത്ത്, വികാരി അച്ഛൻ്റെ റൂമിലിട്ട് ജോയിച്ചേട്ടനും ജോയിച്ചേട്ടൻ്റെ വൈഫും, ആ സിസ്റ്ററുടെ മാതാപിതാക്കളായ ജോയിച്ചേട്ടൻ്റെ വൈഫും അച്ഛൻ്റെ മുറിയിൽ ചെന്ന് അച്ഛനോട് ഇതിനെക്കുറിച്ചൊരു മറുപടി തരണമെന്നും ഇത് തരാതെ ഞാനിവിടുന്ന് പോകില്ല എന്നും പറയുകയുണ്ടായി. അവിടെ ഏതൊരു വിശ്വാസിക്കും ഈ ഇടവകയിലെ അംഗങ്ങൾക്ക് കയറി ചെല്ലാനുള്ള അവകാശം പോലെ ജോയിച്ചേട്ടനും കയറി ചെന്നിരിക്കുന്നത്. എന്നാൽ ജോയിച്ചേട്ടനോട് അവിടെ ഇരുന്നോ, ജോയിച്ചേട്ടന് ഇവിടെ ഇരിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ വിമതന്മാരായ ഈ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ജോയിച്ചേട്ടനെതിരെ വളരെ ആക്രോശങ്ങളും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ലൈറ്റ് ഓഫ് ചെയ്ത സാഹചര്യത്തിൽ ഇവരുടെ പൊതു സ്വഭാവം, അന്ന് ഈ പരിസരത്തെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും കൂടി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മരുമകനെയും മോളെയും എല്ലാം കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആരോ അറിയിച്ചതനുസരിച്ച് പോലീസ് വന്ന് ഇദ്ദേഹത്തോട് പോകാൻ പറയുകയും വികാരി അച്ഛൻ 5-ാം തീയതി മറുപടി തരാമെന്നുള്ള ഒരു ഉറപ്പും കൊടുത്തതിന് ശേഷം ജോയിച്ചേട്ടൻ ഇവിടുന്ന് പോകുന്നത്. ഈ 5-ാം തീയതിക്ക് ശേഷം ഈ വികാരി അച്ഛനിൽ നിന്ന് യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല. അതിനുശേഷം ഈ വികാരി അച്ഛനെ ഇടവകയിൽ ഞങ്ങളാരും കണ്ടിട്ടുമില്ല. ഈ ആൾ എവിടെ പോയി എന്ന് ഒരു കുർബാനയിലെങ്കിലും ഞങ്ങളോട് പറയാം, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ പറയണ കേട്ടു, ഞങ്ങൾ ഇവിടെ ആരൊക്കെ പറഞ്ഞു നടക്കുകയാണെന്ന്, മുങ്ങി നടക്കുന്ന, ആരാന്ന് പറയുന്നില്ല, അച്ഛൻ മുങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞെന്ന് കേൾക്കുന്നത്. സത്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടും. കാരണം ഇതിന് ശേഷം ഈ ദിവസം വരെ, ഇന്ന് വരെ ഈ വികാരി അച്ഛൻ എവിടെ പോയിരിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഈ വിമതന്മാരിന്ന് രാവിലെ ഈ പള്ളിമുറ്റത്ത് നടത്തിയ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ പഠന ആവശ്യത്തിന് ഇവിടുന്ന് പോയിരിക്കുകയാണെന്ന്. എന്നാൽ 27-ാം തീയതി, അതായത് ഇന്നലേക്ക് മുന്നേ, അതായത് ഇന്നലെയാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്, 27-ാം തീയതി പാതിരയ്ക്ക് ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന പാമ്പ്ലാനി പിതാവ് അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിരിക്കുന്ന മറുപടി, അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആഘോഷത്തോടനുബന്ധിച്ച് ഇടവകയിൽ സംഘർഷം രൂക്ഷമായപ്പോൾ കുന്നപ്പള്ളിശ്ശേരിയിലെ ഇടവകാരി ഫാദർ ചാൻസലറുടെ കത്ത് നടപ്പിലാക്കുന്നത് ഇടവകയിൽ സാധ്യമല്ലെന്ന് എന്നെ അറിയിക്കുകയും ആഘോഷം 29 ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മാറ്റിവെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇക്കാര്യം ശ്രീ ജോയിയെ അറിയിച്ചു. ജോയിച്ചേട്ടനെ അറിയിച്ച ഒരു കാര്യമല്ല, അസത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പിതാവിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല. ഇടവകയിലെ സംഘർഷം വളരെ രൂക്ഷമായതിനാൽ ഇടവക വികാരി അവധിയെടുത്ത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് പിതാവ് മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പഠിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാകും. ഹൃദയവേദനയോടെ പഠിക്കാൻ പോയോ?
ഇനി ഇന്നത്തെ വീഡിയോയിൽ വിമതന്മാർ പറയുന്നു 2-3 ദിവസത്തിനുള്ളിൽ ഈ വൈദികൻ ഇവിടെ തിരിച്ചു വരുമെന്ന്. അപ്പോൾ ഈ ഹൃദയവേദനയൊക്കെ മാറുമോ ഈ വൈദികൻ്റെ? അതായത് ജോയി ചേട്ടന് കൊടുത്ത പണി ഇവിടെ ഈ കുർബാന ചൊല്ലാതിരിക്കുക. സഭ അനുവദിച്ച കുർബാന ഞങ്ങൾ അതേ ആവശ്യപ്പെട്ടുള്ളൂ. ഇവിടെ ഒരു നിർബന്ധ ബുദ്ധിയും ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങളൊരു പ്രശ്നവും സൃഷ്ടിച്ചില്ല. ഇവർക്കാര് പള്ളിയുടെ ഗേറ്റ് അടയ്ക്കാനുള്ള അധികാരം കൊടുത്തു? ഇവരുടെ എന്താ പറയുക, തോന്നിയവാസം. എന്ത് ചെയ്താലും ചോദിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഇവരുടെ ഒരു വിശ്വാസം. ഞങ്ങളാരും അതിനെതിരെ പ്രതിഷേധിക്കാൻ പോയിട്ടില്ല. പോലീസ് പറഞ്ഞതനുസരിച്ച് അവർ തുറന്നു തന്നാൽ ഞങ്ങളിവിടെ കുർബാന ചെല്ലാമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതേ കാര്യം തന്നെ ഈ ചാൻസലർ ഈ കുർബാന ചെല്ലാൻ വരുന്ന വൈദികനും കൊടുത്തിട്ടുള്ള കൽപ്പനയാണ്. ഈ കൽപ്പന പള്ളിയിലെ ഹർജികളും കൽപ്പനകളും എന്ന് പറയുന്ന ഫയലിൽ സൂക്ഷിക്കണമെന്ന് കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ രേഖകൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. ഈ ഇദ്ദേഹമാണ് ഈ പറഞ്ഞ സിസ്റ്ററുടെ അപ്പൻ. ഇന്ന് രാവിലത്തെ ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ. ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഈ അപ്പച്ചൻ്റെ പിടിവാശി കൊണ്ട് ആ നല്ല സിസ്റ്ററുടെ ജൂബിലി ആഘോഷം എന്നിട്ട് കല്ലത്താക്കിന്ന് കലക്കിന്നോ അങ്ങനെ എന്തോ വളരെ, അതായത് സ്വന്തം അപ്പം സ്വന്തം മകളുടെ ആഘോഷം മോശമാക്കിന്ന്. ഇനിയും ഇവർ പറയുന്നത്, പോളി എന്ന് പറയുന്ന കൈക്കാരൻ പറയുന്നുണ്ട്, ഒരാൾക്ക് ഇത് നടത്തി കൊടുത്താൽ ഇനി മറ്റുള്ളവർക്ക് ഇത് കൊടുക്കേണ്ടി വരുമെന്ന്. ഞങ്ങളുടെ അവകാശമാണിത്. ഞങ്ങളുടെ സഭ ഞങ്ങൾക്ക് അനുവദിച്ചെന്ന അവകാശമാണ് ഈ കുർബാന. ഈ ഞങ്ങളുടെ ഇടവകയാണ്. ഞങ്ങൾക്കും ഈ കുർബാന ഞങ്ങൾ ഈ ഇല്ലീസിറ്റ് എന്ന് ജൂലൈ 3 വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന, ഈ വരുന്ന ജൂലൈ 3 വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇല്ലീസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ കുർബാന ഞങ്ങൾ കാണുന്നില്ല. ആ കുർബാന ഞങ്ങളുടെ ആഘോഷങ്ങൾക്കും ഞങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കും ഞങ്ങൾക്ക് വേണം. ജോയി ചേട്ടൻ അനുവദിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അനുവദിക്കണം. അത് ഞങ്ങളുടെ ആവശ്യമാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളിവിടെ ഒരു ഗുസ്തിക്കും വന്നിട്ടില്ല. നിയമപരമായ രീതിയിലാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളൂ. അവർക്കെതിരെ കേസുണ്ടെന്ന് അവർ പരാതിപ്പെടുന്നു. അവർ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കാണിച്ചു കണ്ടില്ല. ഒരു പള്ളിമുറ്റത്തെ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. അവർ എന്ത് തോന്നിയവാസം കാണിക്കും. അവർ ഈ ഇടവകയുടെ ശാപമാണ്. അവർ ഈ ഇടവകയെ നശിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ. കുറേ ഇവിടുത്തെ യൂണിറ്റുകളിലും യൂണിറ്റിൻ്റെ രഹസ്യ കൂട്ടായ്മകളിലും ഇവർ ഈ ഇടവകയ്ക്കെതിരെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിതേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് കൃത്യമായി കിട്ടിയ നിർദ്ദേശം ഇടവകയ്ക്ക് കൊടുത്തിരിക്കുന്ന ചാൻസലർ, അധികാരപ്പെട്ട വ്യക്തി കൊടുത്തിരിക്കുന്നത്, ഈ പാമ്പ്ലാനി പിതാവ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അധികാരം പൂരിക്കില്ലെങ്കിൽ അതുകൂടെ പറയണം. ഇനി ജോയി ചേട്ടനോട് 3 മണിക്ക് ഞായറാഴ്ച 3 മണിക്ക് നടത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് നടത്തുന്നതിന് ഞങ്ങൾക്ക് ആർക്കും യാതൊരു എതിരില്ല. പക്ഷെ അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ല. കള്ള സത്യവാങ്മൂലമാണ് പാമ്പ്ലാനി പിതാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയ്ക്കും നികൃഷ്ടമായ പ്രവർത്തികൾ ഒരു സഭാപിതാക്കന്മാരിൽ നിന്നുണ്ടാകാൻ പാടില്ല. പ്രിയങ്കരിയായ ഈ ഇടവയിൽ നിന്നുള്ള സിസ്റ്റർ നിഷയുടെ ജൂബിലി ആഘോഷമാണ് ഇവിടെ ഗേറ്റ് അടച്ചുകൊണ്ട് പാരിഷ് കൗൺസിലും എടുത്തു പറയേണ്ടത് പ്രധാന അധ്യാപകനായ ഫ്രാൻസിസ് വടക്കനും ചേർന്ന് തടഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ആരാണ് ഇതിനുള്ള അധികാരം കൊടുത്തത്? ഈ ഇടവക സമൂഹം ചേർന്ന് നടത്തേണ്ട ഒരു പരിപാടിയാണ് ഇവർ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അതല്ല, ഇതിനെ പറ്റി വിശദമായിട്ട് ബാക്കി ജോൺസണും ജോയി ചേട്ടനും നിഷയുടെ പിതാവൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പിതാക്കന്മാർ സമവായം എന്ന പേരിൽ വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുകയാണ്. ജോസഫ് പാമ്പ്ലാനി പറയുന്നത് പോലെ, ഉദ്ദേശിക്കുന്നത് പോലെ, റബ്ബറിന് വില കൂട്ടിയത് കൊണ്ടോ, ജാതിക്കാക്കുരുവിന് വില കൂട്ടിയത് കൊണ്ടോ, ചക്കക്കുരുവിന് വില കൂട്ടിയത് കൊണ്ടോ പിതാവ് പാമ്പ്ലാനി കാണിക്കുന്ന ഓട്ടയിൽ ഓട്ട് കുത്തുന്നവരല്ല ഇവിടുത്തെ സഭാവിശ്വാസികൾ എന്ന തിരിച്ചറിവ് പിതാവ് പാമ്പ്ലാനിക്ക് ഉണ്ടാകേണ്ടതാണ്. പാമ്പ്ലാനി പിതാവ് പാമ്പായിട്ട് തന്നെ വിശ്വാസികളെ കൊത്തിയിരിക്കുകയാണ്. പിതാവ് മനസ്സിലാക്കുക, ഞങ്ങളുടെ സിരകളിൽ ഓടുന്ന ചോരയിലൊന്നും അദ്ദേഹം കൊത്തിയിരിക്കുന്ന വിമിത വിഷം ഏക്കത്തില്ല എന്ന കാര്യം, ആ തിരിച്ചറിവ് പിതാവിന് ഉണ്ടാകേണ്ടതാണ്. പിതാവ് സഭാനുസൃതമായി സഭയ്ക്കൊപ്പം മുന്നോട്ട് പോയില്ല എങ്കിൽ, ഈ വിമതക്കുപ്പായ അഴിച്ചു വെച്ചില്ല എങ്കിൽ, കാലം താങ്കളെ അടയാളപ്പെടുത്തുക സഭാവഞ്ചകനായിട്ട് തന്നെ ആയിരിക്കും എന്ന് സ്മരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.